നമസ്കാരം. വേടൻ എന്നൊരു കലാകാരന്റെ അറസ്റ്റിന് പിന്നാലെ സമൂഹത്തിലും സോഷ്യൽ മീഡിയയിലെല്ലാം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന ഒരു ആഘോഷം കാണുകയാണ്. എന്തോ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവം നടന്നു കിട്ടി എന്നുള്ള രീതിയിൽ ഒരു വ്യക്തിയെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ഇല്ലാതാക്കി കളയാൻ കിട്ടിയ അവസരമായിട്ട് വിനിയോഗിക്കപ്പെടുന്ന കാണാനിടയായി. വേടൻ എന്ന ഹിരൺദേവ് മുരളി ഈ അടുത്ത കാലത്താണ് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് റാപ്പ് സംഗീതത്തിലൂടെ കടന്നു വന്നത്. അതും പിന്നോക്കാവസ്ഥയിൽ വളർന്നു, ജാതീയമായി പോലും പിന്നോക്കാവസ്ഥയിൽ നിന്ന് അദ്ദേഹം സ്വന്തം കഴിവുകൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു കയറിയതാണ്. അതും സ്വന്തം അനുഭവങ്ങളിലൂടെ. ഇവിടെ ജാതീയപരമായിട്ടുള്ള ഉച്ചനീചത്വങ്ങളും ജാതീയപരമായ വേർതിരിവുകളും സമൂഹത്തിൽ ഒളിച്ചു കടത്തപ്പെടുന്ന പല തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, തൊട്ടുകൂടായ്മ, അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം സ്വന്തം സംഗീതത്തിലൂടെ ഈ നാട്ടിലെ യുവത്വത്തോട് അല്ലെങ്കിൽ സമൂഹത്തോട് സംവദിച്ചു. അത് യുവത ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാനും ആ രാഷ്ട്രീയം മനസ്സിലാക്കാനും ആള് കൂടി. കേരളത്തിലെ സവർണ മാടമ്പി തമ്പുരാന്മാരും ജാതി ഫ്രസ്ട്രേഷൻ രോഗികൾക്കെല്ലാം വല്ലാത്ത പൊള്ളലേൽപ്പിച്ച പാട്ടുകളാണ് കഴിഞ്ഞ കുറച്ചു കാലമായി വേടനിലൂടെ യുവാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ നാട്ടിൽ ഒളിച്ചു കടത്തുന്ന പലതും പൊളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ സംഗീതം എത്തിപ്പെടുന്നു എന്നുള്ള നിലയിലേക്ക് എത്തിയപ്പോഴാണ് ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു അറസ്റ്റ് ഒരു അവസരമാക്കി കാണുന്നത്. സ്വന്തം ഫ്ളാറ്റിൽ നിന്നല്ല, സുഹൃത്തിന്റെ ഫ്ളാറ്റിൽ ഒരു പരിപാടി കഴിഞ്ഞെത്തുമ്പോൾ അവിടെ നടത്തിയ പരിശോധനയിൽ അദ്ദേഹത്തിന്റെ കൈവശത്ത് നിന്നുമല്ല 6 ഗ്രാം കഞ്ചാവ് 9 പേരടങ്ങുന്ന ആ മുറിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹം ലഹരി ഉപയോഗിച്ചു എന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് എന്താണോ ഈ നാട്ടിലെ തുടർ നടപടികൾ അതൊക്കെ നടക്കട്ടെ. പക്ഷേ കഴിവിന്റെ അടിസ്ഥാനത്തിൽ വളർന്നു വന്ന ഒരു വ്യക്തിയോട് ഈ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന കുറേയേറെ മഹാന്മാരുടെയൊക്കെ ഫ്രസ്ട്രേഷൻ കാണുമ്പോഴും അവർക്ക് കിട്ടിയ ഒരു അവസരം പോലെ ആ വ്യക്തിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടുമ്പിരി കൊണ്ട പ്രചരണങ്ങൾ കാണുമ്പോൾ ചിലത് പറയേണ്ടതുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ കഴുത്തിൽ നിന്ന് പിടിച്ച പുലിപ്പല്ലാണ് ഇപ്പോൾ വിഷയം. കാര്യം ആ പുലിപ്പല്ല് കേസ് ജാമ്യം കിട്ടാത്ത വകുപ്പാണ്. ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് 6 ഗ്രാം എന്നുള്ളത് ഈ നാട്ടിൽ NTPS ആക്ട് പ്രകാരം ജാമ്യം കിട്ടാവുന്ന വകുപ്പാണ്. സ്റ്റേഷൻ ജാമ്യത്തിലേക്ക് പുറത്തു പോകും. പുലിപ്പല്ല് എന്നുള്ളൊരു കാര്യത്തിലും ലഹരിയുടെ കാര്യത്തിലും കയറി പിടിച്ചിരിക്കുകയാണ്. അതും ലഹരി എന്ന കാര്യത്തിൽ കയറി പിടിച്ച് അദ്ദേഹത്തെ സമൂഹത്തിനിടയിൽ ഡീഗ്രേഡ് ചെയ്യാനുള്ള തീവ്ര ശ്രമം അരങ്ങേറുന്നുണ്ട്. അവിടെയാണ് ചില ഉദാഹരണങ്ങൾ അങ്ങോട്ട് ചോദിക്കേണ്ടി വരുന്നത്. ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കേസ് അത് ഈ സമൂഹത്തിൽ ആദ്യമായിട്ട് എടുക്കുന്ന ഒരു കേസ് അല്ല. അല്ലെങ്കിൽ അദ്ദേഹം അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ന്യായീകരിക്കുന്നതൊന്നുമില്ല, അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളൊക്കെ സ്വീകരിക്കട്ടെ. പക്ഷേ നമ്മുടെ നാട്ടിൽ ചിലർക്ക് മാത്രമാണ് ഈ രീതിയിൽ വേട്ടയാടലും ഈ രീതിയിൽ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരുന്നതും. ഈ മുകേഷ് നായർ എന്ന് പറയുന്ന മറ്റൊരു വ്ളോഗർ ഉണ്ട്. ഈ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം കള്ളു ഒഴിച്ച് ഫുൾ ടൈം ലഹരിക്ക് വേണ്ടി പ്രചോദനം കൊടുത്തുകൊണ്ട് നടക്കുന്ന മുകേഷ് നായർ. ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിനകത്തിരിക്കുന്നവന്മാർക്ക് ആ മുകേഷ് നായരുടെ ഈ കള്ളുകുടി എവിടെയെങ്കിലും വലിയ പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ഒരു പരാതി കൊടുക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ, കേട്ടോ? കേൾക്കില്ല. അത് നായരായതുകൊണ്ട് പ്രശ്നമല്ല, അദ്ദേഹത്തിന് ആഘോഷിക്കാം. അദ്ദേഹത്തിന്റെ ഒരു ദൃശ്യം, അദ്ദേഹത്തിന്റെ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണമാലയിൽ, വേടന്റെ കഴുത്തിൽ വെറും ഒരു കറുത്ത നൂലിലാണ് ഈ പറയുന്ന പുലിപ്പല്ല് കിട്ടിയെന്ന് പറയപ്പെടുന്നുണ്ട്. മുകേഷ് നായരുടെ നെഞ്ചത്ത് നോക്കിയേ, സ്വർണത്തിൽ ഒരുക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് അത് പുലിപ്പല്ലാണെങ്കിലും ഇനിയിപ്പോ പ്രശ്നമല്ല. നായരല്ലേ, നായർക്കാകാം. കാര്യം അവർക്ക് ഈ സമൂഹത്തിൽ പ്രത്യേക പ്രിവിലേജ് ഉണ്ട്. പഴയ രാജകുടുംബം അല്ലെങ്കിൽ ഇവിടുത്തെ നാടുവാഴികളുടെ പാരമ്പര്യത്തിൽപ്പെട്ടവരാണ്, അവർക്ക് ഇതൊക്കെ അണിയാം. പിന്നോക്കക്കാരന് അത് പാടില്ല. അതുകൊണ്ട് വേടന്റെ കഴുത്തിൽ കിടക്കുന്നത്, വേടൻ അടിയിലിട്ടിരിക്കുന്നത് വരെ പരിശോധിച്ചിട്ട് അതെല്ലാം വിവാദമാക്കാനായിട്ട് ചില മാധ്യമ ഫ്രസ്ട്രേറ്റോളികൾ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. കാര്യം ചില മാധ്യമങ്ങളിലെ തലക്കെട്ട് കണ്ടില്ലേ, കഞ്ചാവ് തുന്നിയുടുത്ത കുപ്പായമാണത്രേ. ഏത് ഒരു സാധാരണക്കാരനായിട്ടുള്ളവൻ അവന്റെ കഴിവുകൊണ്ട് സമൂഹത്തിന്റെ ഇടയിൽ അഡ്രസ് ചെയ്യപ്പെട്ട് അതിൽ ഒരു ചെറിയ കേസ് വന്നപ്പോ അവനെ സമൂഹത്തിന്റെ ഇടയിൽ ഏഷ്യാനെറ്റ് പോലെ സംഘപരിവാറുകാർ ഏറ്റവും കൂടുതൽ സവർണറെ കൊണ്ട് കുത്തി നിറച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിനകത്തിരുന്ന് ഒരു പിന്നോക്കക്കാരനെ കുറിച്ച് ഇതല്ലാതെ മറ്റെന്ത് വാചകമാണ് പുറത്തു വരാൻ? അത്ഭുതമില്ല. പിന്നീട് ഈ പുലിപ്പല്ലാണല്ലോ വിഷയം. ആനയുടെ പല്ലപ്പോ വിഷയല്ലേ? ആനയുടെ കൊമ്പെന്ന് നമ്മൾ പറയും, ആനയുടെ കൊമ്പല്ലാണ് ഈ പറയുന്ന കൊമ്പെന്ന് പറയുന്നത്. അത് ഇവിടത്തെ ഒരു സവർണ നായരായിട്ടുള്ള മോഹൻലാൽ നായരുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തല്ലോ. എന്താ ഈ കേസ്? ആ കേസുമായി ബന്ധപ്പെട്ട് ഇതുപോലെ അറസ്റ്റോ അല്ലെങ്കിൽ മോഹൻലാലിനെ കൊണ്ടുപോയി ചോദ്യം ചെയ്യലോ എന്തെങ്കിലും ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? അദ്ദേഹത്തെ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി ജയിലിൽ അടക്കുന്നത് നിങ്ങൾ കണ്ടോ? അപ്പോ അത് ഈ നാട്ടിൽ കുറച്ച് പ്രിവിലേജ് ഉള്ള നായരാണ്. അതുകൊണ്ട് മോഹൻലാൽ നായരുടെ വീട്ടിൽ ഇതൊക്കെ ആകാം. മോഹൻലാൽ നായരുടെ വീട്ടിൽ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൽ പ്രത്യേക ഉത്തരവിറക്കി അദ്ദേഹത്തെ സംരക്ഷിക്കാനൊക്കെ ഈ നാട്ടിൽ ചിലർക്ക് പ്രത്യേക അവകാശമുണ്ട്.
അതിനെതിരെ ഇവിടെ പൊള്ളലുണ്ടാകാനായിട്ട് ഒരു സാഹചര്യവും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോ ഈ നാട്ടിലെ ചില ഇരട്ടത്താപ്പുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുകേഷ് നായർ ഇനി ലൈവിലിരുന്ന് കള്ളൊഴിച്ചു കുടിച്ച് അടിച്ചാലും അത് ലഹരി ഉപയോഗവും ഈ സമൂഹത്തിനെ വഷളാക്കുന്നതേ അല്ല. പക്ഷേ മറ്റൊരു ലഹരി കേസിൽ വേടൻ പെട്ടുകഴിഞ്ഞാൽ കണ്ടോ ഈ സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കുന്നവരാണ് എന്ന ലേബലിലേക്കും ഈ സമൂഹത്തിലെ പിന്നോക്ക വിഭാഗക്കാരെല്ലാം ലഹരിക്ക് അടിമകളാണ്, ലഹരി അടിച്ചുകൊണ്ടാണ് ഇവൻ ഓരോ പരിപാടികൾ ചെയ്യുന്നത് എന്ന തരത്തിലേക്ക് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കുകയാണ്. അവർക്ക് പ്രത്യേക പ്രിവിലേജിന്റെ ആവശ്യമേ ഇല്ല. അവർക്കെതിരെ എന്തെങ്കിലും വന്നാൽ സംഘടിതമായിട്ട് ഞങ്ങൾ ഒരു കോക്കസ് ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരിലൂടെ ആ വ്യക്തിയെ സമൂഹത്തിൽ ഇല്ലായ്മ ചെയ്യുക. പക്ഷേ ഒരിക്കലും നടക്കാത്ത കേസാണ്. ഉയർത്തിയ ആശയം, പറഞ്ഞ രാഷ്ട്രീയം ഈ നാട്ടിലെ പിന്നോക്കക്കാരനുള്ളതാണ്. സവർണതക്കാർ ഒളിച്ചു കടത്തിക്കൊണ്ടിരിക്കുന്നത് ഭക്തിയുടെ മറവിൽ കുറേയേറെ പേരെ പറ്റിച്ചുകൊണ്ട് ഇന്നും നിലനിർത്തിയിരിക്കുന്ന ജാതിവാൽ പേറി നടക്കുന്നവർ ഈ സമൂഹത്തിനുള്ളിലൂടെ ഒളിച്ചു കടത്തിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ജാതി വിവേചനങ്ങളെ കുറിച്ച് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെ അനുഭവസ്ഥനായതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ പാട്ടിലൂടെ രാഷ്ട്രീയം പറഞ്ഞു, അയാൾ റാപ്പിലൂടെ സമൂഹത്തോട് സംസാരിച്ചു അല്ലെങ്കിൽ സംവദിച്ചു. അത് ജനം ഏറ്റെടുത്തു. ആ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാൻ നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന ഈ വഴി, അത് ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള സവർണ ഏമാന്മാരെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ആ വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാൻ, ഡീഗ്രേഡ് ചെയ്യാൻ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമം ഈ സമൂഹത്തിൽ വേടൻ എന്ന വ്യക്തിയെ വീണ്ടും വീണ്ടും ഒരു ഫിനിക്സ് പക്ഷി ആക്കത്തേ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അകത്ത് പോയിട്ട് പുറത്തേക്ക് വരുന്ന വേടൻ ഇത്രയും കാലം കണ്ടൊരു വേടനല്ല. അതിനേക്കാൾ കൂടുതൽ അപകടകാരിയായിട്ടുള്ള ഒരു വേടനായിട്ട് നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഉയർത്തിക്കെട്ടിയിരിക്കുന്ന പല മതിലുകളെയും, നിങ്ങൾ ഒളിച്ചു കടത്തിക്കൊണ്ടിരിക്കുന്ന പല ജാതി രാഷ്ട്രീയത്തെയും പൊളിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരു കേസിൽ പെട്ടുപോയത് കൊണ്ട് അതോടെ അവരെ അങ്ങ് നശിപ്പിച്ചു കളയണമെന്നാണ് ഇവരുടെ ചിന്താഗതി. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഇതുപോലെ ഒരു കേസിൽ പെട്ടു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ആഘോഷിക്കപ്പെടുമോ എന്ന് മാത്രം ആലോചിക്കുന്നിടത്ത് ഉത്തരമുണ്ട്. ഈ അടുത്ത കാലത്ത് BJP നേതാക്കന്മാരായിട്ടുള്ള വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മകൻ കഞ്ചാവ് ഉപയോഗിച്ച് പിടിച്ചതിനെ നമ്മൾ കണ്ടതാണ്. അത് ഏറ്റുപറഞ്ഞതുകൊണ്ട് എത്ര മഹത്തരമായിട്ടുള്ള പ്രവർത്തനമാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന BJP നേതാവ് ചെയ്തത്. അദ്ദേഹത്തിന്റെ മകനെയും അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടുന്ന കേട്ടു. പക്ഷെ ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ പറഞ്ഞ രാഷ്ട്രീയം കുറിക്കുകൊള്ളുന്ന രാഷ്ട്രീയമായിരുന്നു. ഒളിച്ചു കടത്തലിനെ പലതും തുറന്നു കാട്ടിക്കൊടുത്തുകൊണ്ടും അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയത്തെ നിങ്ങളെ പൊള്ളിച്ചിട്ടുണ്ട്. ആ രാഷ്ട്രീയം ഇനി ഇവിടെ കേൾക്കാൻ പാടില്ല എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സവർണത തലയ്ക്ക് പിടിച്ച കുറെ മാധ്യമയോളികളും അതിന് ചൂട്ടുപിടിക്കുന്ന കുറെ ഉദ്യോഗസ്ഥോളികളും ചേർന്ന് ഈ രീതിയിൽ ഒരു വ്യക്തിയെ കുരുക്കാൻ ശ്രമിക്കുന്നത്. ഒരു 6 ഗ്രാം കഞ്ചാവിന് തൂക്കിക്കൊല്ലാനൊന്നും ഈ നാട്ടിൽ വിധി ഉണ്ടാകില്ലല്ലോ. അതിനപ്പുറത്തേക്ക് ഇതിന്റെയൊക്കെ മൊത്തക്കച്ചവടക്കാർ ആരാണെന്ന് അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ പലപ്പോഴും ചെന്നെത്തിപ്പെടുക ഈ സവർണ തമ്പുരാക്കന്മാർ ചമഞ്ഞു നടക്കുന്ന മുദ്രാ പോർട്ടിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെ നിന്നാണ് ഈ ലഹരിയെല്ലാം ഈ നാട്ടിലേക്ക് എത്തിക്കുന്നത്. അതിന് പിന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതിന് സംഘപരിവാറുകാരാണ് ചൂട്ടുപിടിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നാട്ടിൽ എത്തിക്കുന്നവർ മഹാന്മാരാണ്. പക്ഷേ അത് ലേശം ഉപയോഗിക്കുന്നവർ മഹാ അപരാധികളും. ആ ഒരു ഇരട്ട മനോഭാവത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുകേഷ് നായർക്കും മോഹൻലാൽ നായർക്കും ഇല്ലാത്ത നിയമം വേടൻ എന്ന ഹിരൺദേവ് മുരളിക്ക് മാത്രം ഉണ്ടാകുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യം അത് ഉന്നയിച്ചുകൊണ്ടേ തന്നെ ഇരിക്കും. അത് പ്രസക്തമാണ്. ഒരു വ്യക്തിയെ മാത്രം സമൂഹത്തിന്റെ മുന്നിൽ കൃത്യമായ രാഷ്ട്രീയം പറയുമ്പോൾ സവർണതകൾ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി അവരാൽ കുത്തിനിറയ്ക്കപ്പെട്ട മാധ്യമ മേഖലയിലെ പലരും കൂലിയെഴുത്ത് നടത്തുന്നുണ്ടെങ്കിൽ, ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഒരു വ്യക്തിയെ ഇല്ലാതാക്കാൻ കഴിയില്ല. അയാളുടെ ശബ്ദം ഈ സമൂഹത്തിൽ ഇനിയും ഇനിയും ഉയർന്നു കേൾക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട തന്നെ.